ഹരേ ഗുരുവായൂരപ്പാ ശരണം. ജീവിത പാഠം. എല്ലാവരും ഇക്കാര്യങ്ങൾ ജീവിത പാഠമാക്കി വെക്കുക, പ്രയോജനപ്പെടും. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്തിക്കാൻ കഴിയാത്ത കാലത്തെയാണ് വാർദ്ധക്യം എന്ന് ഒരർത്ഥത്തിൽ പറയുന്നത്. പ്രായമായെന്നു തോന്നിത്തുടങ്ങിയാൽ ആരെയും പഠിപ്പിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ ശ്രമിക്കാതിരിക്കുക. സ്വന്തം വേദനകളുടെ മുറിവ് പങ്കുവയ്ക്കാതിരിക്കുക. കാരണം മുറിവ് ഉണങ്ങാനുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിൽ ഇല്ലെങ്കിലും മുറിവിൽ തേക്കാനുള്ള ഉപ്പ് എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നും വ്യായാമം ചെയ്ത് ആരോഗ്യം പരിപാലിക്കുക. കാരണം ഈ പ്രായത്തിൽ ആരോഗ്യം ഒരു പ്രധാന ഘടകം തന്നെ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കുക. കാരണം കൂടെ എന്നും പങ്കാളി ഉണ്ടാവണമെന്നില്ല. എല്ലാ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക. ആരെന്ത് കരുതും എന്ന് ചിന്തിക്കരുത്. മാനസിക ഉല്ലാസം തരുന്ന എന്തും ചെയ്യുക. കഴിവതും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നാമം ജപിക്കുക, യാത്രകൾ ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതിരിക്കുക. അവർ എന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് ഒന്നുമില്ല. സ്വയം സ്നേഹിക്കുക, ഭഗവാനെയും സ്നേഹിക്കുക. നമ്മോളം നമ്മെ സ്നേഹിക്കാൻ വേറെ ആരും ഉണ്ടാകില്ല. അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആര് നമ്മളെ സ്നേഹിക്കാനാണ്? കയ്യിൽ കാശുണ്ടെങ്കിൽ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയോ വാങ്ങിച്ചു കഴിക്കുകയോ ചെയ്യുക. കാരണം നാളെ രാവിലെ നമ്മൾ ജീവനോടെ ഉണ്ടാകും എന്ന് ഒരു ഉറപ്പുമില്ല. നമ്മുടെ ആയുസ്സിൽ നമ്മൾ സമ്പാദിച്ചതിൻ്റെ 70% മറ്റുള്ളവർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടാണ് 90% പേരും ഈ ലോകം വിട്ടു പോകുന്നത്. ഉണ്ണാതെയും ഉറങ്ങാതെയും ആരോഗ്യം നശിപ്പിച്ച് പരക്കം പാഞ്ഞ് രോഗങ്ങൾ വരുത്തി വെച്ച് സമ്പാദിച്ചു കൂട്ടിയിട്ട് അവസാനം എന്തു നേടും? അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാര്യമായി ശ്രദ്ധിക്കുക. അവസാനമായി ഇത് മാത്രം പറയാതിരിക്കുക: ഈ പ്രായത്തിൽ എന്തിരിക്കുന്നു എന്ന്. നിങ്ങൾ ഇല്ലാതായാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. എല്ലാം സാധാരണ പോലെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്തിക്കാൻ കഴിയുന്നിടത്തോളം എത്തിക്കുക. കഴിയുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ മോഹങ്ങൾ പൂർത്തീകരിക്കുക. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ മോഹിക്കുന്ന ഒരിടത്തും ഒരാളും നിങ്ങളെ കൊണ്ടുപോകത്തില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ലഭ്യമാകില്ല. നിങ്ങളുടെ ഒരു മോഹവും നടക്കുകയില്ല. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.